അവർക്ക് ജയിക്കാവുന്ന വേറെ എത്രയോ സീറ്റുണ്ട്, അവിടെ പോയി മത്സരിക്കുമല്ലോ. ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് ആരും ഇഞ്ഞവരുണ്ട്. വരുന്നതിന് കുഴപ്പമില്ല, പാല കണ്ടുവെച്ച് ഞാൻ വളരെ ക്ലിയറായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ വരുന്നതിനൊരു വിരോധമില്ല, വന്നോട്ടെ, ആരും വന്നോട്ടെ. പക്ഷേ പാല എന്ന് പറയുന്ന നിയോജക മണ്ഡലം തൽക്കാലം എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അത് പിടിച്ചുകൊണ്ട് പോകാൻ ആരും മോഹിക്കണ്ട, സീറ്റ് ചോദിക്കണ്ട. ഇത്തവണ വലിയൊരു വിജയം തന്നെയല്ലേ UDF പ്രതീക്ഷിക്കുന്നത്? അധികാരത്തിലേക്ക് എത്തും തീർച്ചയായും 88-90 സീറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VD സതീശൻ 100 സീറ്റെന്ന് പറഞ്ഞാലും. മാണി സി കാപ്പൻ MLA നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മറ്റ് നേതാക്കളോടും പാലയിൽ മത്സരിക്കുന്നു എന്ന കാര്യം അറിയിച്ചത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. രമേശ് ചെന്നിത്തലയോടും പ്രതിപക്ഷ നേതാവിനോടും നേരത്തെ തന്നെ കാര്യം സംസാരിച്ചിട്ടുള്ളതാണ്. അവരാരും പാല വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ റിലേഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ നേരെ പോയി കണ്ട് പറഞ്ഞു. ജോസഫ് സാറിനെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാലായിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും 2-3 ദിവസത്തിനുള്ളിൽ ചുവരെഴുത്ത് ആരംഭിക്കും. നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് നേതൃത്വങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? പ്രചാരണം തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. അല്ല, അത് എൻ്റെ പാർട്ടിയുടെ സീറ്റല്ലേ, അത് UDF ഘടകകക്ഷിയിലെങ്കിലും കഴിഞ്ഞ 15,378 വോട്ടിൽ ജയിച്ചൊരു മണ്ഡലം മാറണമെന്ന് ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചില ഊഹാപോഹങ്ങൾ ഇങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെ വന്നതുകൊണ്ടാണ് പോയി കാണാനിടയായത്. ഇത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വല്ലതും തന്നിട്ടുണ്ടോ? പ്രചരണം തുടങ്ങിക്കോന്നോ അങ്ങനെ എന്തെങ്കിലും മുകൾ കടകളിൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? എന്തായാലും പല സ്ഥലങ്ങളിലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ആവാറായി, കാരണം ഇലക്ഷൻ എടുക്കാറായി. ഇവിടുത്തെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. 4 പഞ്ചായത്ത് കൺവെൻഷനുകളും മുനിസിപ്പൽ കൺവെൻഷനും കഴിഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ 8 പഞ്ചായത്ത് കൺവെൻഷനോടെ തീരാനുണ്ട്. മറ്റേ പാലയിലേക്ക് മറ്റാരെങ്കിലും മുന്നണികളൊക്കെ വരികയാണെങ്കിൽ പാല കണ്ടുവരണ്ട എന്നുള്ളത് തന്നെയാണ് നേതൃത്വം നടക്കാൻ നമുക്ക് ലഭിക്കുന്ന വിവരമല്ലേ? അവർക്ക് ജയിക്കാവുന്ന വേറെ എത്രയോ സീറ്റുണ്ട്, അവിടെ പോയി മത്സരിക്കുമല്ലോ. ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് ആരും ഇഞ്ഞവരുണ്ട്. വരുന്നതിന് കുഴപ്പമില്ല, പാല കണ്ടുവെച്ച് ഞാൻ വളരെ ക്ലിയറായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ വരുന്നതിനൊരു വിരോധമില്ല, വന്നോട്ടെ, ആരും വന്നോട്ടെ. പക്ഷേ പാല എന്ന് പറയുന്ന നിയോജക മണ്ഡലം തൽക്കാലം എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അത് പിടിച്ചുകൊണ്ട് പോകാൻ ആരും മോഹിക്കണ്ട. മുന്നണിക്കുള്ളിൽ മറ്റ് പാർട്ടിക്കുള്ള കൂടുതൽ സീറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു? ചോദിച്ചിട്ടുണ്ട്. 3 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 സീറ്റ് തരാമെന്ന് പറഞ്ഞാണ് UDF കൊണ്ടുവന്നത്. പക്ഷേ ചർച്ച ചെയ്ത് വന്നപ്പോൾ 2 സീറ്റ് തന്നുള്ളൂ. ഇത്തവണ അത് 3 സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും പരിഗണിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായും, ഒരു സംശയമുണ്ട്. പൊതുവിൽ ഈ കിളവങ്ങൂർ സെമ്മിൻ്റെ മുന്നിലേക്കുള്ള പ്രവേശനം അത് ഗുണം ചെയ്യുമെന്നോ എന്താണ് ആ ഒരു രീതിയിൽ കരുതുന്നത്? അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന UDF നേതൃത്വം. അത് പറയേണ്ടത് ഞാനല്ല. നല്ലതെന്ന് തോന്നുമെങ്കിൽ എടുത്തു, പക്ഷെ പാലായിലേക്ക് സീറ്റ് ചോദിക്കണ്ട. ഇത്തവണ വലിയൊരു വിജയം തന്നെയല്ലേ UDF പ്രതീക്ഷിക്കുന്നത്? അധികാരത്തിലേക്ക് എത്തും തീർച്ചയായും 88-90 സീറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VD സതീശൻ 100 സീറ്റെന്ന് പറഞ്ഞാലും സാധാരണ എൻ്റെ കണക്കുകൂടി തെറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 88-90 സീറ്റ് വരെ വരാം. അതിൽ കാരണം ഈ പഞ്ചായത്തിലേക്ക് പറഞ്ഞിരുന്നു, മുൻകൂട്ടി പറഞ്ഞിരുന്നു, ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ശരിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിയമസഭയിലേക്ക് പറയുന്ന പ്രവചനവും ഫലിക്കുമെന്ന് കരുതുന്നില്ലേ? അല്ല, ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അസസ്മെൻറ്റ് പറയാറുള്ള സാധാരണ തെറ്റിയിട്ടില്ല. ചേലക്കരയുടെ കാര്യത്തിൽ മാത്രമാണ് തെറ്റിയത്. അതിൻ്റെ കാരണം ചേലക്കര ചെല്ലുമ്പോൾ എനിക്ക് UDF സ്ഥാനാർത്ഥി തോക്കുമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞു ഇതാണെന്നല്ലേ? അതെ അതെ. ഇത്തവണത്തെ കാൽക്കുലേഷൻ ഒരു കൃത്യം 85-90 സീറ്റ് വരെ 88 സീറ്റ് 85-90 ഇടയ്ക്ക് ഉറപ്പാണ്. ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് 100%. അത് തന്നെയാണ്. എന്തായാലും പാലായിൽ ഉറച്ചു തന്നെയാണ് മാണി സി കാപ്പൻ മുന്നോട്ട് പോകുന്നത്. പാലായിൽ മറ്റ് പ്രചാരണങ്ങളും അതുപോലെ തന്നെ ചൂരെഴുത്തുമൊക്കെ അടുത്ത ദിവസങ്ങളിൽ കളം നിറയുമെന്ന് തന്നെയാണ് MLA പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.